ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാണ് കേട്ടോ. അപ്പം അനിയാണ് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. കാരണം ഇനി സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, നമ്മുടെ അനി ഇപ്പോഴാണല്ലോ അറിയുന്നത് ദേവയാനിക്ക് വിഷം കൊടുത്തത് അനാമിക ആയിരുന്നു എന്നുള്ള സത്യം. അപ്പൊ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ആ ഭണ്ഡാരകാലീനൊന്ന് തലേന്ന് ഒഴിവാക്കാൻ നോക്കി നടക്കാണ് നമ്മുടെ അനി. അപ്പൊ കിട്ടിയ അവസരം പാഴാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഇന്നലത്തെ മെഗാ എപ്പിസോഡിലാണ് സത്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തിക്കും വസുന്ധരയ്ക്കും എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം അനാമികയെ തിരിച്ചു വിളിച്ചായിരുന്നു അവര് തിരിച്ചു വിളിച്ചു, അവരായിട്ട് തന്നെ തിരിച്ചു വിളിച്ചു. കാരണം വേറെ ആരും തിരിച്ചു വിളിക്കുന്നില്ല. ദേവയാനിയോട് പറഞ്ഞിട്ടോ, അജയനോട് പറഞ്ഞിട്ടോ, ജയനോട് പറഞ്ഞിട്ടോ, നയനോട് പറഞ്ഞിട്ടോ, ആദർശനോട് പറഞ്ഞിട്ടോ, ആരോട് പറഞ്ഞിട്ടും തിരിച്ചു വിളിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഒരു ജീവിതം എങ്ങനെയാണ് പാഴാക്കി കളയേണ്ടത്, നശിപ്പിച്ച് കളയേണ്ടത്? ഒരു കുടുംബജീവിതമല്ലേ എന്നോർത്ത് അനിയെയും അനാമികനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടി അനാമികയെ വിളിച്ചു വരുത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് വിളിച്ചു അവരവിടുന്ന് പുറപ്പെട്ടിട്ടുമുണ്ട്. അപ്പോഴാണ് ഈ സത്യം അറിയുന്നത്. ഏതായാലും ഈ സത്യം അറിഞ്ഞതും നമ്മുടെ മൂർത്തി മുത്തച്ഛൻ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും എന്നോട് പറയാത്തത്? ഞാൻ വയസ്സനായതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ എല്ലാം എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ദേവയാനിക്കോ നയനിക്കോ ആദർശനോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ദേവയാനി ചോദിച്ചു, അല്ല എന്താ അച്ഛൻ ഈ പറയുന്നത്? അച്ഛനിൽ നിന്ന് ഞങ്ങൾ എന്ത് മറച്ചു വെച്ചെന്നാ? മറച്ചു വെച്ചതൊക്കെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. അതെ, നയനമോള് കഴിഞ്ഞ ദിവസം എനിക്ക് അസുഖമില്ല എന്ന് ഇവിടെ വെളിപ്പെടുത്തി. എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്ന് വെളിപ്പെടുത്തിയില്ലേ? എന്നിട്ട് പോലും നിങ്ങൾ എന്നോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം, ഞാനൊരു കിളവൻ. എനിക്കിപ്പോൾ എനിക്കിപ്പം ഇവിടെ ഒരു നിലയും വിലയും സ്ഥാനവും നിങ്ങൾ തരുന്നില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനം തരുന്നുണ്ടായിരുന്നെങ്കിൽ, ഇവിടുത്തെ നെടുന്തൂണായിട്ട് നിങ്ങൾ എന്നെ കരുതുന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാവുന്നവർ ഓരോരുത്തരും എന്നോട് സത്യം തുറന്നു പറഞ്ഞേനെ. പക്ഷെ അത് നിങ്ങൾ പറയാത്തത് എന്നെ നിങ്ങൾ വകവെക്കുന്നില്ല, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഞാൻ ഇവിടെ ഏതെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലും വല്ലതും കഴിച്ച് ഒതുങ്ങി കൂടിയിരിക്കണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടതും ജയം വന്നിട്ട് അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ ഈ വിളിച്ച് പറയണത്? അച്ഛൻ ഞങ്ങൾ എന്ത് മറച്ചു വെച്ചെന്നാ? മറച്ചു വെച്ചത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? മറച്ചു വെച്ചത് എന്താണെന്ന് അറിയണോ ദേവയാനിക്ക്? എല്ലാവരും അറിഞ്ഞു, പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും അറിഞ്ഞില്ല. ഞങ്ങൾ എന്താ അനന്തപുരി തറവാട്ടിലെ പുറംപോക്കുകാരോ? അതെ, ഇവിടെ ദേവയാനിയുടെ കരളിന് വളരെയധികം അസുഖം ബാധിച്ച് കരൾ മാറ്റിവെക്കേണ്ടി വന്നു. ആ കരൾ കൊടുത്തത് നയനയാണ്. ഇതൊക്കെ ഇവിടെ നടന്നു. അപ്പോഴും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നിരുന്നു. ആരാണ് വിഷം കലർത്തിയ പാല് ദേവയാനിക്ക് കൊടുത്തത്? അതാരാണ് എന്നുള്ള ക്വസ്റ്റ്യന്. പക്ഷേ അതിൻ്റെ ആൻസർ എനിക്ക് ഇപ്പോഴാ കിട്ടിയത്. അതാരാണെന്ന്. അത് വേറെ ആരുമല്ല, ദേവയാനിയെ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത് ഇവന്റെ ഭാര്യ അനാമികയാണ്. ആ സത്യം എന്തുകൊണ്ട് എന്നിൽ നിന്നും മറച്ചു വെച്ചു? അതെനിക്കറിയണം. ഇത് കേട്ടത് ജലജയും അതുപോലെ ജാനകിയൊക്കെ ഞെട്ടുകയാണ്. അപ്പൊ ജലജ ചോദിക്കുക, എന്താ അച്ഛൻ ഈ പറയുന്നത്? അപ്പൊ ജാനകി, എന്റെ മരുമകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. വിഷം കൊടുത്തത് ഇവള് ഈ നയനയല്ലേ വിഷം കൊടുത്തത്. എന്നിട്ടാണ് അവള് കരളൊക്കെ കൊടുത്തത്, അല്ലാതെ എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ജാനകി, കഥയും കളിയും അറിയാതെ നിൽക്കുന്ന നീ മിണ്ടാതിരുന്നോ? ആട്ടം കാണാതെ ഇവിടെ കിടന്ന് ആടരുതേ. ഞാൻ പറയുന്നത് എല്ലാവരും വെടുപ്പും വൃത്തിയോടും കൂടി ആദ്യം കേക്ക്. ഇവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി ഞാൻ പറയും. ഇനി ആരും എന്നെ എന്നെ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നോക്കണ്ട. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവള് ക്രൂരയാണ്, അവള് ദുഷ്ടയാണ്. അവളുടെ മുഖം മൂടി വലിച്ചു കീറാൻ നിങ്ങൾക്ക് എന്തായിരുന്നു ഇത്ര താമസം? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമല്ലായിരുന്നോ? ഇവിടെ നിങ്ങൾ എനിക്ക് ഒരു സ്ഥാനവും തരാഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ എന്നോട് പറയാതിരുന്നത്? അപ്പോഴൊന്നും ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് പേരല്ല, മൂന്ന് പേരെന്ന് പറയുന്നത് ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും അഭിയുമാണ്. അവർക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ചെന്ന് പറയാണ്, അത് പിന്നെ അച്ഛാ, ഞങ്ങൾ വേറൊന്നും കൊണ്ടും അല്ല പറയാത്തത്. ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും അനാമികയും അനിയും പിരിയുന്നത് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല തെളിവുകളൊന്നും ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം ഇരിപ്പില്ല.
അതുമല്ല, അച്ഛനും അമ്മയ്ക്കും ദോഷം വരുന്ന ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും നാളും കടിച്ചു പിടിച്ച് അവളെ ഇവിടെ നിർത്തിയത് തന്നെ. അച്ഛൻ എന്തെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അന്ന് അച്ഛനായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിർത്ത്, ഇനി ആരും കൂടുതലൊന്നും പറയണ്ട. ഞാൻ അവളെയും അവളുടെ അച്ഛനെയും അമ്മയും ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഇവരുടെ ബന്ധം തുടർന്നു പോകാനാണ്. ഇനി അവളെ എങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിർത്തും? ആ വിഷവിത്തിനെ ഇത്രയും നാളെ വീട്ടിൽ നിർത്തിയത് കാരണമാണ് ദേവയാനി നിന്റെ കരള് നിനക്ക് നഷ്ടമായതും അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായതും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു നല്ലതുണ്ടായി, അതുമാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. അന്ന് ആ കരള് നഷ്ടമായതുകൊണ്ട് നീ നിന്റെ മരുമകളെ തിരിച്ചറിഞ്ഞു, നീ നിന്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങി. അത് മാത്രമാണ് നല്ലതായിട്ട് ഇവിടെ നടന്നത്. അത് ഞാൻ സമ്മതിച്ചു തരുന്നു. ഒരു പക്ഷേ ദൈവത്തിന്റെ വിധിയായിരിക്കാം ഇതെല്ലാം. അതുകൊണ്ടാണ് അനാമികയെ ഇവിടുത്തെ വീട്ടിലെ മരുമകളായിട്ട് വന്നതും ഇങ്ങനെ കുറച്ച് സംഭവം നടക്കാനിടയായതും. അതിനെ തുടർന്ന് മോളെ ദേവയാനി, നീ നിന്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും എനിക്കിത് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും ഞാൻ അംഗീകരിച്ചു തരില്ല, ഒരിക്കലും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ജാനകീനെ വിളിച്ചുകൊണ്ട് ജലജ മാറിപ്പോവാണ്. എന്നിട്ട് ജലജ ചോദിക്കും, ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അനാമികയാണ് വിഷം കലർത്തിയതെന്നൊക്കെ പറയുന്നു, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ ജാനകി എന്ന് ചോദിച്ചപ്പോൾ ഞാനിത് വിശ്വസിക്കുന്നൊന്നുമില്ല. എൻ്റെ മരുമകൾ അങ്ങനെ വിഷം കലർത്തുകയൊന്നുമില്ല, എൻ്റെ മരുമകളൊന്നും അല്ല. അല്ല, എൻ്റെ മരുമകൾക്ക് വിഷം കലർത്തി നവ്യയെ കൊല്ലാൻ എന്താ ഇത്ര നവ്യയോട് ദേഷ്യം ഇരിക്കുന്നത്? കാരണം എന്തുകൊണ്ട് എൻ്റെ മരുമകൾ അങ്ങനെ കൊല്ലണം? ഈ പറയുന്ന പാല് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചതേ ദേവയാനിയടത്തേക്കല്ലായിരുന്നു, നവ്യക്കായിരുന്നു. അപ്പൊ പിന്നെ എന്തിനെന്റെ മരുമകള് അവളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നു? ഇതൊക്കെ വെറുതെ ഇല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നതാ. ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നവളില്ലേ, അവളൊക്കെ ഡിസൈൻ ചെയ്തെടുത്തതാ ഇതൊക്കെ, അല്ലാതെ ഒരിക്കലും ഇതൊന്നും സത്യമല്ലെന്ന്. അപ്പൊ നമ്മുടെ നവ്യ അവിടെ വരികയാണ്. അപ്പൊ നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, നീ ഇതൊക്കെ കേട്ടിട്ട് പ്രതികരിക്കാതിരിക്കുകയാണോ മോളെ എന്ന് ജലജ ചോദിച്ചപ്പം, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സത്യമായ കാര്യം മുത്തശ്ശൻ തുറന്നു പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ എന്തിനു പ്രതികരിക്കണം? ഓഹോ, ഇപ്പൊ നീ നിന്റെ ചേച്ചിയുടെ വശമായല്ലേ, നിന്റെ ചേച്ചിയുടെ വശം എന്നല്ല, സോറി, നിന്റെ അനിയത്തിയുടെ വശമായല്ലേ? അപ്പൊ നീ അനാമികയെ കൈയൊഴിഞ്ഞല്ലേ? ഞാൻ ആരുടെയും വശമായതോ ആരുടെയും കൈയൊഴിഞ്ഞതോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും വെട്ടി തുറന്നു പറയും. സത്യം സത്യമാണ്. അന്ന് പാലിൽ വിഷം കലർത്തിയത് അനാമിക തന്നെയാണ്. അപ്പൊ ജലജ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ നിന്റെ ചേച്ചിയുടെ കൂടെ ഡിസൈൻ മെനയാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയേക്കാണല്ലേ? ഞാൻ ആരുടെയും വശത്തില്ല. ആദർശേട്ടൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആദർശേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ തെറ്റ് ചെയ്ത അനാമികയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനൊന്നും അത്രമാത്രം വിശാല ഹൃദയമൊന്നും എനിക്കില്ല. അവൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? സത്യം പറഞ്ഞ അന്ന് അവളെ എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാനല്ലേ നോക്കിയത്. എന്നിട്ട് പോലും ഇതൊന്നും വെളിയിൽ പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, മുത്തശ്ശനും മുത്തശ്ശി അറിയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെയുള്ള ഓരോരുത്തരും പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വെളിയിൽ പറയാതിരുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഇപ്പം അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പം അത് ദോഷം ചെയ്യും. കാരണം നിങ്ങളിൽ ആർക്കാണ് അവൾ വിഷം തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പഠിച്ച കള്ളിയാണ് അവള് മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. അവൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് അത് മുതലെടുക്കും, അത് ഉറപ്പായ കാര്യം. നമ്മൾ ജാനു പറഞ്ഞു, ഓ നവ്യേ, നിന്റെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നിന്റെ പ്ലാനല്ലേ ഇതൊക്കെ? എന്തിനാ ഇളയമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അനിയത്തിനെ എനിക്കിവിടെ കൊണ്ടുവരാനേ പ്രത്യേകിച്ച് പ്ലാനും പദ്ധതിയൊന്നും നടത്തേണ്ട കാര്യമില്ല. അത് അനി വിചാരിച്ചാൽ മതി. അനി വിചാരിച്ച എത്രയും പെട്ടെന്ന് എൻ്റെ അനിയത്തി ഇവിടെ വരില്ലേ? പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ വരുന്നോട് എനിക്കും എൻ്റെ അനിയത്തിക്കും ഒന്നും യാതൊരു താല്പര്യമില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലേ പിന്നെ എന്താ നടക്കാൻ പോകുന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കുറെ പണവും സ്വത്തൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ മനസമാധാനം കിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനാമിക ചെയ്ത തെറ്റ് മൂടി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അതെവിടെയും പറയാൻ ഞാനും തയ്യാറാണ്. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവർ ശിക്ഷ അനുഭവിക്കണം. ഇപ്പം അനാമിക ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ആദർശേട്ടനും ശിക്ഷ അനുഭവിക്കണം. ഞാൻ ആരുടെയും വശത്ത് നിന്ന് കളിക്കുന്നൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. ഈ സമയത്ത് നമ്മുടെ ജാനകി നേരെ മുത്തശ്ശന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്താ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പം എൻ്റെ മരുമകളെ ഈ വീട്ടിലേക്ക് നിങ്ങൾ വിളിക്കുന്നില്ലേ? എൻ്റെ മരുമകൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ലേ? ഞാൻ തീരുമാനിച്ച തീരുമാനം എന്താണെന്ന് അവള് വരട്ടെ, അവള് വരുമ്പോ ഞാൻ പറയാം. അവള് വന്നു കഴിഞ്ഞ് എന്ത് പറയാനാ തീരുമാനിച്ചിരിക്കുന്നത്? സമ്മതിക്കില്ല. എൻ്റെ മരുമകൾ എന്നും എൻ്റെ കൂടെ വേണം. അവൾ എൻ്റെ മരുമകളല്ല, മകളാ. ഞാൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ വായി തോന്നുന്ന വിളിച്ചു പറയുന്നത് എന്തിനാ? ഇവരൊക്കെ കൂടി മെനഞ്ഞുണ്ടാക്കിയ കഥയാ അച്ഛ, അല്ലാതെ ഒരിക്കലും അത് സത്യമല്ല. അവൾ അങ്ങനെ ചെയ്യില്ല. അപ്പോഴത്തേക്കും നമ്മുടെ
മൂർത്തി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേട്ടോ. നിർത്തടി, കണ്ണുകെട്ടി എത്ര നാൾ നീ ജീവിക്കും? ഈ പറയുന്ന അനാമിക നിനക്ക് വിഷം തന്ന് നിന്നെ കൊന്നാ നീ എന്ത് ചെയ്യും? ഇല്ല ഇല്ല അച്ഛ, അവൾ എന്നെ കൊല്ലില്ല. ഒരിക്കലും അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത്. അവിടെ ഞാൻ തോറ്റുപോകും. ഓ, നീ ജയിക്കാൻ വേണ്ടി ഇവിടെ ബാക്കിയുള്ളവരെല്ലാം കൊലയ്ക്ക് കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? എന്റെ പൊന്നു ജാനകി, പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നീ പറയുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. കൊല്ലാൻ പോലും മടിക്കാത്ത ഒരുത്തി ഈ വീട്ടിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അതൊരിക്കലും നടക്കുകയുമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ വീട്ടിൽ നിർത്തുന്ന പ്രശ്നമില്ല. വരട്ടെ, മൂന്നും കൂടെ ഇങ്ങോട്ട് വരട്ടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ നയനിയൊക്കെ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്, ദേവയാനിയൊക്കെ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തച്ഛൻ അറിയുമെന്ന് ഇവരൊരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അറിഞ്ഞത് ഒരുപക്ഷെ നല്ലത് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം അറിയാലോ, അനിയുടെ ജീവിതം ഓരോ ദിവസം ചെല്ലും തോറും കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മുടെ അനിയെ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ അനാമിക എന്ന പിശാച ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനിയും നയനയും ആദർശമൊക്കെ പറയുന്നത് മുത്തച്ഛൻ അറിഞ്ഞതറിയട്ടെ, അത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ്. ഏതായാലും ഈ ഒരു സമയത്താണ് കാറും ഒക്കെ ആയിട്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നത്. അപ്പൊ ഇന്നലെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇന്നലത്തെ ലാസ്റ്റ് സീനിൽ അനാമികയും അനാമികയുടെ അച്ഛനും വരുന്നൊരു സീനാണ് കാണിച്ചത്. അത് വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഇത്രയും ഡയലോഗ്സും സീനൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്താണ് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നത് കാണിക്കുന്നത്. അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നത്. ഇപ്പം കൈ നിറയെ സ്വർണ്ണ സമ്മാനങ്ങളൊക്കെ തരുന്ന വിചാരം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്, വരുന്നുണ്ട്, ഇപ്പൊ സ്വർണം എടുത്ത് കൊടുക്കുന്നോർത്താ വരുന്നതെന്ന്. അപ്പോഴത്തേക്കും ജാനകി അനിയെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുകയാണ് കേട്ടോ. കാരണം അനി പറയുന്ന ഒന്നും ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ജാനകി പറയുന്നുണ്ട്, പിന്നെ അവൾക്ക് സ്വർണത്തിനോട് ആർത്തിയോ അത്യാർത്തിയോ ഒന്നും ഇല്ല. അവള് സ്വർണം കണ്ട് തന്നെയാ വളർന്നതെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ അനി കുലുക്കുന്നുണ്ട്. അനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശനോട് ഈ കാര്യം പറഞ്ഞതും മുത്തശ്ശൻ ഈ കാര്യം അറിഞ്ഞതും പുതിയ തീരുമാനം എടുക്കാൻ പോകുന്നതും ഒക്കെ. അങ്ങനെ അവർ രണ്ടുപേരും മൂന്നുപേരും കൂടെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പൊ അകത്തേക്ക് കയറി വന്നതും ഏതായാലും ദേ മൂർത്തി സാറ് വിളിച്ചത് നന്നായി, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവളോട് എത്ര പറഞ്ഞിട്ട് ഇവള് വരില്ലായിരുന്നു. നിർബന്ധിച്ച ഞങ്ങളെ മോളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ തന്നെ നമ്മുടെ മൂർത്തി പറഞ്ഞു കേട്ടോ, അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നല്ലോ വേണു. അവക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ വരണ്ടായിരുന്നല്ലോ. ഓ, അതെന്ത് വർത്താനം മൂർത്തി സാറ് ഈ പറയുന്നത്? അവയ്ക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുവോ? കാരണം ഈ വീട്ടിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശീനെയാ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കാതിരിക്കുവോ? ഒരിക്കലുമില്ല. അല്ല, കയറി വാ മോളെ, നീ എന്താ അവിടെ നിൽക്കുന്നത്? അങ്ങനെ അനാമിക അകത്തേക്ക് കയറി വരികയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങളെ വിളിച്ചു വരുത്തിയതേ നിങ്ങൾക്ക് കൈ നിറയെ സ്വർണങ്ങളൊക്കെ തരാനാ. സ്വർണമോ? എന്തിന്? അല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞ ആ സമയത്ത് തന്നെ നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേനെ. സത്യങ്ങളോ? എന്ത് സത്യങ്ങള്? എന്തൊക്കെയാ മൂർത്തി സാർ ഈ പറയുന്നത്? സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അല്ല, വേണുവും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നൊരു സ്ഥലം അനാമികയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്ത് നമുക്ക് ഉടനെ തന്നെ ഒരു വീട് വെക്കണം. അത് പിന്നെ വീട് വെക്കാം, അതിന് ഇനിയും കുറച്ച് കാലതാമസം കൂടെ വേണം. എന്തിനാ ഇത്ര കാലതാമസം? അവിടെ വീട് വെക്കുന്നതിന് എന്തിനാണ് ഇത്ര കാലതാമസം? അല്ല, പൈസയുടെ വല്ല കുറവാണെങ്കിൽ വീട് വെക്കാനുള്ള ഫുൾ ചെലവും ഞങ്ങൾ ഏറ്റു. ആ സ്ഥലം നിങ്ങളുടെയാണല്ലോ, പിന്നെ വീട് വെച്ചാൽ മതിയല്ലോ. നാളെ തന്നെ അതിന്റെ പണി നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും വേണുവും ബബ്ബ അടിക്കുകയാണ്. അപ്പൊ രേവതി ചോദിക്കുക, ഇതെന്താ ഇപ്പം സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിങ്ങളുടെ സ്ഥലമല്ലേ അത്, അതെന്താ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? ഓ, സംശയിച്ച് ഞങ്ങളെ വിളിച്ചു വരുത്തിയതാണോ? ഞങ്ങളുടെ സ്ഥലമാണോ, ഞങ്ങൾക്ക് പൈസയുണ്ടോ, എല്ലാം ഇപ്പൊ സംശയമായിരിക്കും മൂർത്തി സാറിന്. സംശയമല്ല, എല്ലാം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു, എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. അതെ, നിന്റെ ഈ മകളെ ഈ വീട്ടിൽ നിർത്തിയാല് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ എടുക്കും. ഇവള് കാരണമാണല്ലോ ദേവയാനിയുടെ കരള് പോയതും അവള് ഹോസ്പിറ്റലായതും ഒക്കെ. ഇത് കേട്ടത് ഞെട്ടിപ്പോവാണ് കേട്ടോ അനാമികയും വേണുവും ഒക്കെ. അപ്പൊ അനാമികയും വേണുവും രേവതിയൊക്കെ ഞെട്ടപ്പോ രേവതി ചോദിച്ചു, എന്താ സാറീ പറയുന്നത്? വേണ്ട, ഇനി ഒരു വിശദീകരണവും കേട്ടണ്ട. ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ മകളെ ഈ വീട്ടിൽ ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. ഈ വീട്ടിലെ ഓരോരുത്തരെ കൊല്ലാനേ അവർക്കറിയാവുള്ളൂ. ഒരിക്കലും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അറിയില്ല. ഇറങ്ങിക്കോണം, എല്ലാം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരിക്കലും ഇതിന്റെ പേരും പറഞ്ഞ്, ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഈ പടി ചവിട്ടാൻ പാടില്ല. ഇത് കേട്ടത് നമ്മുടെ വേണു ഇടയാണ് കേട്ടോ. വേണു പറഞ്ഞു, ഓഹോ, അപ്പം എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയതാണല്ലേ? ഈ വേണു ആരാണെന്ന് കാണിച്ചു തരാം. ഈ വേണു ആരാണെന്നും വേണുവിന്റെ സ്വാധീനം എന്താണെന്നും അറിയാൻ പോകുന്നതേ ഉള്ളൂ. വാ മോളെ എന്നും പറഞ്ഞ് അനാമികനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ മുത്തശ്ശനോട് ഒരുപാട് നന്ദിയാണ്.
അനിക്ക് പറയാനുള്ളത്, അനി കൈകൂപ്പുവാണ്, അപ്പം അനിയോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും പല തീരുമാനങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് 100 തവണ ചിന്തിച്ചിട്ട് വേണം അനി നീ എടുക്കാനെന്ന് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജാനകിക്ക് ഒരു ഇരിക്കപ്പുറത്തില്ല. ജാനകി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമകളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ അവസാന സീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു മോർണിംഗും ഒക്കെ ആശംസിച്ച് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.